ും വൈകാരിക്കും ചതുർപ്പാണിക്കും മാരാരിക്കും എണിക്കും ധ്രുവ കാണിക്കും ഒരു തോണിക്കും രുദ്രാണിക്കും മണിക്കും മയിലാടിക്കും വേദോണക്കും ശ്രീദേവിക്കും പരാഗെ പരിസൃഷ്ടിക്കും വിധിദേവർക്കും ഗുരുദൂതർക്കും വിധിക്കും അഗണപതിക്കും ഇച്ചിരി പതിക്കും ഊഴിതലെ മേവും പുരക്കുമൻ പാതുവരക്കും അൻപത് പിതാക്കൾ മാതാക്കൾ വിത്തൽ സഭയ്ക്കുമായ വിധിക്കും ഈ ഗുണവരക്കുമേവർക്കും ചെമ്മേ നമിക്ക എന്തിനൊഴിക്ക തിന്തകത്തിത്തതിത്തിപ്പൈ ചെറിയ ചോദ്യം, നിങ്ങൾ ഈ വേഷം കെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ അറിയുന്നു. ഇത് ആർക്കാ എന്താണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇത് എന്ത് കാരണത്തിനാണ് പണ്ട് കാലത്ത് നേർച്ചയായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അത് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ചൂത് കളിക്കുന്ന പാണ്ഡവന്മാരും വനവാസം ചെയ്യുന്ന ആളിൽ വനവാസത്തിൽ രാജമതത്തിൽ സുഖമായി വാഴാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ദേവിയുടെ ഇച്ഛ പോലെ ഒരു നരബലി കൊടുത്തേക്കാവുന്നുണ്ട്. അതിന് മുന്നേ നരബലിയുണ്ട്. ദേവി ഭാഗം നരബലി കിടക്കുന്നു. ദേവി ആ നരബലിയാണ് ഭദ്രന് ഏറ്റവും വലിയ വഴിപാടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദേവി നേർന്നതാണ്. കുന്തിദേവി നേർന്ന നേർച്ചയാണ്. അതിന് ശാസ്ത്രമൊന്നുമില്ല. കൗരവൈരവത്തായി കുന്തിയും പുത്രന്മാരും സന്തതം ദുഃഖം കൊണ്ട് കാനനവാസം ചെയ്തു. അക്കാലം കുന്തിയിലേക്കും ഭദ്രേ നിനച്ചില്ലേ നിന്നുടെ കാരുണ്യത്താൽ ആരണ്യവാസം നീ രാജമന്ദിരത്തിങ്കൽ സുഖമായി വാഴും കാലം നിന്നുടെ ഇച്ഛ പോലെ തന്നിടം നൽകി സുഖമായി ധർമ്മസൂനു മന്ദിരേ വാഴും കാലം മഹിമയുടെ ധർമ്മസൂനു മഹീതരം തട്ടി വാണു വിരമുടുകാരധർമ്മം ചെയ്തവൻ വാഴും കാലം നാരദമുനിവരൻ തന്റെ നരകൻ കുശലിനാരേ ദേവി മഹതിയായി കേൾക്കണം ധർമ്മസൂനമോ പണ്ടുകാലനവാസത്തിങ്കിൽ വെച്ചുണ്ടായ മാതാവിൻ വാഗ്ദാനം പാലിച്ചിടുവാൻ നരവലിയുന്നതായി പൈതാകൊണ്ട് പാർത്താൽ ജഗന്നാഥ എന്നത് കേട്ടു മന്നൻ മടങ്ങി നിന്ന് പാർത്തനെ വിളിച്ചൊരു നീരാടി വരികയെന്ന് കേട്ടുടൻ ആർത്തി കൊണ്ട് വാർത്തൻ നീരാടി ഒന്നാം കിഴക്ക മന്ത്രം ജപിച്ച് പുട്ടുതൊട്ടു പച്ചമൂലികളാൽ അരച്ചു മുഖത്ത് പണിയിച്ചു നന്നായി കോടി വസ്ത്രം വെട്ടിച്ചരയിക്കുവാൻ മുരുകൻ സമ്മാനിച്ചാൻ ബ്രഹ്മാവ് കിരീടവും വിഷ്ണുതാൻ തോൾക്കൂട്ടും മാർമാലയും നൽകിനാൻ സുവർണത്താൽ വീഴ്ചയും പോർത്തിലമ്പും കൊടുത്തും മറ്റുള്ള ആഭരണങ്ങൾ ഓരോരുത്തരാൽ നൽകപ്പെട്ട കൊടുകുരയും വാദ്യഘോഷത്തോടും പാർത്തന തേരതിൽ ഭദ്രതരുന്നാകെ കൊണ്ടുവന്നു. ഭദ്രയും വന്നു നിന്നു മാനസേനയിക്കുന്നു. കർമ്മനന്ദനൻ തന്റെ സത്യസന്ധതയോർത്തും നിർമ്മലൻ അർജുനൻ തന്റെ രൂപലാവണ്യം കണ്ടും ദേവതീജോത്ഭവനത്തിനാകയാലേ കേവലം വന്ധ്യനല്ലി പാർത്തനോട്ട് ഭദ്രയും വന്നു എതുകൊണ്ട് പുറത്തു കോർത്തിരിക്കും ആവാഹിച്ചെടുത്ത് ഭദ്രയും സംതൃപ്തയാൽ മേലാൽ മാനുഷ്യ കുലത്തിനുള്ള ഏതൊരു ദോഷങ്ങളും നീങ്ങിയിടും എക്കാലത്തും ഏതൊരു മധ്യവും ദീനഭാവേന നിറഞ്ഞിടുന്നു എന്നാവി കൈക്കൊണ്ടിടാം എന്ന് വാഗ്ദാനവും ചെയ്തു ദ്വാപരയുഗം തന്നെ നല്ലോ ചൊല്ലുന്നു മാമുനിമാരും. ഇങ്ങനെ ദ്വാപരയുഗത്തിൽ നേർന്നൊരു വഴിപാടായിട്ടാണ് ഇത്. അതിന്നും നിലനിൽക്കുകയാണ്. ഈ ഒരു വഴിപാട് നേർന്ന ഏത് പുസ്തകങ്ങളും ദുരിതങ്ങളും കൊണ്ടേലും ദേവി സാധിച്ചേരാവും അന്ന് നേർന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് കൊടുക്കുന്ന അതനുസരിച്ചാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊന്നും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായി. അങ്ങനെയാണ് അതിന്റെ ഗണവേദാൻ ചവിട്ടി ലക്ഷ്മിനാഥ് കേട്ടാം. ലക്ഷ്മിനാഥ് വിജയൻ ദ്വാരകയിൽ തിന്നിട്ട് കൃഷ്ണനും കുജലിനും കൂടി കാർവർണ്ണൻ കുജലിനുമായിട്ട് ഓരോരോ വാർത്തകളെല്ലാം പാലാതെ പറഞ്ഞു ചോദിച്ചും അത് എല്ലാം ഇതിന്റെ അനുഗ്രഹമായിട്ട് കിണക്കാൾക്കാരി സ്തുതിക്കും
ചെല്ലി അത് കഴിഞ്ഞ് ലക്ഷ്മിതാളമുണ്ട്. ലക്ഷ്മിതാളം കഴിഞ്ഞിട്ട് ലക്ഷ്മിതാളം എന്ന് പറയുമ്പോൾ ലോകമാതാ രമാനൃത്തം ആര്യനാഥ സമീപം ഈ മാമല പ്രാപ്തം ജീവണ്ണം ലക്ഷ്മിതാളം തിരിയടി എന്നതാണ്. ഭൂമിദേവിയുടെ താരമാണ് ലക്ഷ്മിതാളം എന്ന് പറയുന്നത്. ലക്ഷ്മി പത്മാലയോ കമല ശ്രീഹരിപ്രിയ ഇന്ദിര ലോക മാതാ മാ രമാമാവങ്ങൾ ദേവതന്നു. ലക്ഷ്മിതാളം ഭൂമി ദേവത ലക്ഷ്മി ഐശ്വര്യം അനുഭവം എന്നാണ്. ആ ആരോഗ്യത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നുള്ളതാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. മോഭൂമി ജീവിതം യോ വായാദിനാം ദേശക്രമം സൂചക സ്ത്രീയാം അത് എല്ലാം പരമേശ്വരനെ സുധിച്ച പാത്തന്റെ പണിപ്പാരിണജന്മേ ഏമാകരനും പിടിച്ചു കൈത്തളിരൻ. വാണിയുദ്ധം കഥയെടുക്കാണ്. ലഘു വാണിയുദ്ധത്തിന്റെ ലഘു ഒരു വിരാമം കൂടിയിട്ടേകമാന്താളമാകും. നികൃതിയാം ഇതുക്കുലെല്ലാം മാതിരിയുന്നതാകും. വകയിലൂടെ അതിക്കുന്നവരും താളമാകുന്നു. ലഘുവിനോട് വിരാമം കൂടുമ്പോൾ ഏകതാളമാകുന്നു എന്നാണ് ആ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രത്തിന് എല്ലാത്തിനും ഉത്പത്തിയായിരിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ മറഞ്ഞിരിക്കുന്ന പരോക്ഷാർത്ഥ തസ്യദർശനം സർവസ്യ ലോചനം ശാസ്ത്രം എന്നാണ്. അശേഷെ സംശയിച്ചേരി പരോക്ഷാർത്ഥം തസ്യദർശനം സർവസ്യ ലോചനം ശാസ്ത്രം. ഏതിനും കണ്ണായിരിക്കുന്നതാണ് ശാസ്ത്രം. അത് ഈ നിഷ്പക്ഷമായി തെളിച്ചു കൊണ്ടുവരുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രമാണ് ചെയ്തത്. പണ്ടു സമ്പ്രതി സർവകാലാകുശരന്താൻ ഗിരിജാന്തൻ ശശികാലുടൻ പരിജാനീടും നർത്തനാഥമായേ മുരശീലാ വാക്യവിശേഷാൽ പരിധേ മൃത്യും ഭൂഷണീശൻ മുക്താത്മാവേ പുത്രീ ചിത്തേ മോദം കൊടാവാണലും ഹസ്തങ്ങളെയോ പാതാരിനിയും വേണ്ടും പരമതു പേർത്തും നൽകാം ചോദിച്ചാലും കാത്യായനിവരെ ഇങ്ങനെ നന്നതും കേട്ടാവാണൻ താങ്കം തത്തി തിണ്ണം.